അതിനിടയിൽ IMF-ൽ ഇന്ത്യ പാകിസ്ഥാന് പണം നൽകരുതെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ IMF $1 ബില്യൺ പാകിസ്ഥാന് അനുവദിച്ചു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തൻ, ഈ പാകിസ്ഥാൻ്റെ ഫണ്ടിങ്ങിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ അസ്ഥിരാവസ്ഥ അനുഭവിക്കുന്ന ഒരു രാജ്യം. പക്ഷേ അവരുടെ സൈനിക ശേഷിക്കുള്ള ഫണ്ടിങ് അവർക്കുണ്ട്. ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്നു എന്ന് അവരുടെ ജനപ്രതിനിധികൾ തന്നെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ, സമീപ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ഒരിടത്ത് പട്ടിണിയും പരിവട്ടവുമായിരിക്കുന്ന അതേ രാജ്യത്താണ് ഈ 400 ഡ്രോണുകൾ ഇന്നിപ്പോൾ 200 എന്നുള്ള സ്ഥിരീകരിക്കാത്ത കണക്ക് വരികയാണ്. ഇനിയും എത്ര എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ തരത്തിൽ യുദ്ധവുമായി അല്ലെങ്കിൽ വിനാശം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഭീകരാക്രമണവും ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എക്കാലത്തും പാകിസ്ഥാൻ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ഭീകരപ്രവർത്തകർക്ക് അവർ വളം കൊടുക്കാനാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ IMF പാകിസ്ഥാനെ കടം അനുവദിക്കാൻ വേണ്ടി നടത്തിയ യോഗത്തിലും ഇന്ത്യ ഇതേ കാര്യമാണ് ഉന്നയിച്ചത്. ഈ പണം അനുവദിക്കരുത് എന്നുള്ള നിലപാടെടുത്ത് വോട്ടിങ്ങിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഈ ഭീകരവാദത്തിന് വേണ്ടി, ഭീകരവാദം വളർത്താൻ വേണ്ടിയാണ് ഈ പണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുമാണ് പാകിസ്ഥാൻ്റെ ശ്രമം. അതുകൊണ്ട് ഈ ഫണ്ട് അനുവദിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ എടുത്തത്. എങ്കിലും ആ ഫണ്ട് നേരത്തെ അനുവദിച്ച കടത്തിൻ്റെ ബാക്കി ഭാഗം എന്ന നിലയ്ക്കാണ് അവർക്ക് ഇന്നിപ്പോൾ പണം അനുവദിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് IMF-ൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാമ്പത്തികമായി ക്രൈസിസിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്നത് എന്നുള്ളത് ആ രാജ്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരം ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തിയതിൽ അവിടെ പല എതിർപ്പുകളും ഉയർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും അതല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും പാക് സൈന്യത്തിനെതിരെ അത്തരം വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അസമയത്തുള്ള ഒരു നീക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടെ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പാക് പാർലമെൻറ്റിലും അത്തരം പ്രസംഗങ്ങളുമൊക്കെ ഉണ്ടാവുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു തീക്കളിക്കാണ് അവർ മുതിർന്നത്. ഇന്നലെ ഇന്ത്യക്ക് നേരെ വലിയ തോതിൽ ഡ്രോൺ ആക്രമണം നടത്തി. അതിന് മറുപടി ഇന്ത്യ ഇന്നലെ നൽകി എന്നുള്ള കാര്യം ഇന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഇന്നത്തെ രാത്രിയിലും പാകിസ്ഥാൻ വീണ്ടും ഡ്രോണുകളുമായി ഏതാണ്ട് 200ഓളം ഡ്രോണുകളാണ് ഇന്ത്യൻ നഗരങ്ങളെ അടക്കം 26 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. അതിനെയെല്ലാം 26 ആക്രമണങ്ങളെയും ചെറുക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുകയും ചെയ്തു. എങ്കിൽ പോലും ചില കാഷ്വാലിറ്റികൾ ഉണ്ടാക്കാൻ ആ സ്ഫോടനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും പ്രത്യേകിച്ച് ഇന്ന് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ജമ്മു മേഖലയും ഒപ്പം തന്നെ പഞ്ചാബ് മേഖലയുമാണ്. അവിടെ അമൃത്സറിൽ ആക്രമണം ഉണ്ടാകുന്നു, ഫിറോസ്പൂരിൽ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഒരു വീടിന് തീപിടിക്കുന്നു. 3 അംഗ കുടുംബങ്ങൾക്ക് പരിക്കേൽക്കുന്നു. ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന വാർത്തയാണ്. അത് ഏത് മേഖലയിലാണ് എന്നില്ല. ജമ്മു സെക്ടറിൻ്റെ മറുഭാഗത്ത് തിരിച്ചടി ഇന്ത്യ നടത്തുന്നു എന്നുള്ള വിവരമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ സിയാൽകോട്ടിലടക്കം ലാഹോറിലടക്കം വലിയ തോതിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പാക് മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ രാത്രിയിൽ പാകിസ്ഥാൻ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി അത് ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ്. ബലൂചിസ്ഥാനിൽ ഇന്നലെ കൊറ്റ BLA പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ കൂടുതൽ മേഖലയിലേക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന് നേരെ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അവർ 4 പാക് സേനയ്ക്കും ഒപ്പം തന്നെ പാക് പോലീസിനും നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മാത്രമല്ല, ബലൂച്ച് ലിബറേഷൻ ആർമി ഇന്ന് ലോകത്തോട് പറഞ്ഞത് ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ലോകം അംഗീകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുമായുള്ളൊരു സംഘർഷത്തിൽ പാകിസ്ഥാൻ ഏർപ്പെടുമ്പോൾ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് അവരുടെ പ്രധാന പ്രവിശ്യ കേന്ദ്രീകരിച്ച് വലിയ ഒരു വിഘടന പ്രവർത്തനം നടക്കുന്നത് പാകിസ്ഥാനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഏതായാലും ഇന്ത്യ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഈ വെളുപ്പാങ്കാലത്ത് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് രാത്രിയിൽ എങ്ങനെയാണോ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാൻ വന്നത്, അതേ നാണയത്തിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ്റെ ജമ്മു സെക്ടറിൻ്റെ മറുഭാഗത്തുള്ള പാകിസ്ഥാൻ്റെ മേഖലകളിൽ സിയാൽകോട്ടിൽ അടക്കമായിരിക്കണം അത് വലിയ തോതിലുള്ള തിരിച്ചടി നടത്തുന്നു. സിയാൽകോട്ടിലും ലാഹോറിലുമൊക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ള അതിൻ്റേത് എന്ന് പറയുന്ന ചില ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ആധികാരികമായ കാര്യങ്ങൾ അത് ആധികാരികമാണെന്ന് പറയാനും കഴിയില്ല. ഏതായാലും ആ മേഖലയിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതാണ്.